ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ച് വളരെ ദീർഘമായി പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എല്ലാം ഓർക്കുന്നു, ക്ഷമിക്കുന്നു. അങ്ങനെ സ്നേഹത്തെക്കുറിച്ച് വളരെ വിശാലമായി പറഞ്ഞിരിക്കുന്ന അധ്യായമാണല്ലോ 1 കൊരിന്ത്യർ ലേഖനം 13. വിനയവും ക്ഷമയും സ്നേഹവും ദയയും ഉള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പകയും വിദ്വേഷവും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവർ അവര് സ്വയം അവരുടെ ശവക്കുഴി തോണ്ടുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാനും പൊതു നന്മ ലാക്കാക്കി ജീവിക്കുവാനുമുള്ള മഹാമനസ്കത ഉണ്ടായാൽ നമുക്ക് സ്നേഹിതരെ കൂട്ടുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ സേവിക്കുന്നവർ മാലാഖമാരാണ്. പരദ്രോഹി എന്നാൽ പിശാചുമാണ്. നമുക്കറിയാം, ഈ നമ്മുടെ ഫിഷർമാൻമാര് അവര് ഓരോ തവണയും നമ്മുടെ രാജ്യത്ത് ജലപ്രളയം ഉണ്ടാകുമ്പോൾ ആ മാലാഖമാർ ഓടി വന്നാണല്ലോ അനേക ജീവിതങ്ങളെ രക്ഷപ്പെടുത്തി അവരെ ഒരു പുതിയ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ജീവൻ നഷ്ടമാകുന്ന സമയത്ത് അവിടെ നിന്ന് വിടുവിച്ചെടുക്കുന്നത് അവരാണ്. അതേപോലെ അനേക നേഴ്സസ് അവരുടെ ജീവിതം മുഴുവനും അനേകർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുന്ന മാലാഖമാരാണ് അവരും എന്നുള്ളത് നാം ഓർക്കണം. അയൽവാസിയുമായുള്ളതായ പിണക്കം എത്രയോ നിസ്സാര കാര്യങ്ങൾ നിമിത്തമായിരിക്കാം. ഒരു വൃക്ഷത്തിൽ നിന്ന് 2 ഇല അപ്പുറത്ത് വീണാൽ അത് വലിയ പ്രശ്നമാണ്. ഒരു മാവിൽ നിന്ന്, എന്നാൽ ആ മാവ് നിറയെ ഫലം കായ്ച്ച് അതിന്റെ ഫലം അത് അനേകർക്കത് നൽകിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 2 ഇല അപ്പുറത്ത് വീണു, അതിനെ ചൊല്ലി വഴക്കായി, കേസായി, ജീവിതകാലം മുഴുവനും മിണ്ടാതെ ഒരു അതിരുവരമ്പിൽ വെച്ച് അവിടെ കഴിഞ്ഞുകൂടുന്ന, പകയോടെ കഴിഞ്ഞുകൂടുന്ന, തലമുറയായി കഴിയുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊന്ന് മുൻവിധിയാണ്. ആ മുൻവിധി ചില ദേശക്കാരെ കുറിച്ച്, ചില മതക്കാരെ കുറിച്ച്, ചില ഭാഷക്കാരെ കുറിച്ച്, ചില വർഗക്കാരെ, ചില കുടുംബക്കാരെ ഒക്കെ മുൻവിധിയോടെ കണ്ട് അവരുമായിട്ട് ഒത്തുചേരുവാൻ കഴിയാതെ വളരെ വിദ്വേഷത്തോടെ കഴിയുന്ന മറ്റു ചിലർ. ഹൃദയവിശാലതയുള്ളവർക്ക് മനുഷ്യരെ ശരിക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നതാണ്. അവരുടെ നന്മ കണ്ട് അവരെ അനുമോദിച്ചാൽ അവർ നമ്മുടെ ഉത്തമ സുഹൃത്തുക്കളായി എന്നെന്നും തീരുവാനായിട്ടും ഇടയായി തീരും. എന്നാൽ പലപ്പോഴും മറ്റുള്ളവരുടെ വേദനകളും അല്ലെങ്കിൽ അവരുടെ ഭാരങ്ങളും മനസ്സിലാക്കുവാൻ കഴിയാതെ സ്വാർത്ഥത മാത്രം കണക്കാക്കിയാണ് മനുഷ്യന്റെ ജീവിതം. നാം എബ്രഹാം ലിങ്കനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അടിമ കച്ചവടം നിലനിന്നിരുന്നതായ കാലത്ത് ആ അടിമ കച്ചവടം കണ്ട് വളരെയധികം മനം നൊന്ത ഒരു വ്യക്തിയാണ് എബ്രഹാം ലിങ്കൺ. താൻ എന്നെങ്കിലും ഈ അടിമ കച്ചവടം നിർത്തും എന്ന് തന്റെ ഹൃദയത്തിൽ ദൃഢമായ ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു. താൻ അമേരിക്കയുടെ പ്രസിഡന്റായി കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് ആ അടിമ കച്ചവടം നിർത്തൽ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. അതേ പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവരുടെ കൂടി വേദനകളും ഭാരങ്ങളും അറിയുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാനും കരുതുവാനും കഴിയുന്നില്ല എങ്കിൽ, ഈ ലോകത്തിൽ സ്വാർത്ഥമതികളായി നരകതുല്യമായ ഒരു ജീവിതം നയിച്ച് ഇഞ്ചിഞ്ചായി അത് തീരുക മാത്രമേ ഉള്ളൂ എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ വിനയവും ക്ഷമയും സ്നേഹവും ദയയും പരോപകാരവും ഉള്ള ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ, അത് നമുക്ക് ഈ ലോകത്തിൽ തന്നെ അനേക സ്നേഹിതരെ സമ്പാദിക്കുവാനും, അതുമാത്രമല്ല ആത്മീയമായി വലിയ
മുതൽക്കൂട്ട് നമുക്ക് നേടുവാനായിട്ടും ഇടയായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതേ അപ്രകാരം ഒരു നല്ല സ്നേഹത്തിന്റെ ഉടമകളായി മാറുവാൻ നമുക്ക് നമ്മെ തന്നെ ഒന്നുകൂടി ഏൽപ്പിക്കാം. അതെ, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ളം കലങ്ങും വേളകളിൽ അരികിലൊരാശ്വാസമായി, ഉള്ളം കലങ്ങും വേളകളിൽ അരികിലൊരാശ്വാസമായി, ആ തിരുമാറിടും എന്ന ഭയം ചാരിടും ഞാനൻ ദുഃഖങ്ങളിൽ, ആ തിരുമാറിടും എന്ന ഭയം ചാരിടും ഞാനൻ ദുഃഖങ്ങളിൽ. ഉള്ളം കലങ്ങും വേളകളിൽ അരികിലൊരാശ്വാസമായി. യേശുനാഥനെ നിൻ കാരുണ്യം നീട്ടിടണേ എന്നും വൻ കൃപയാൽ. യേശുനാഥനെ നിൻ കാരുണ്യം നീട്ടിടണേ എന്നും വൻ കൃപയാൽ. ആശ്രയിപ്പാനില്ല വേറൊരിടം, ആശ്വസിപ്പാനായി ഈ മരുവിൽ. യേശുനാഥ ഈ പാരിടത്തിൽ ഉള്ളം കലങ്ങും വേളകളിൽ അരികിലൊരാശ്വാസമായി.